Good evening. How are you? Yeah, good. Thank you. Yeah, I'm coming. Yeah, please. അപ്പോൾ ഇതാണ് നമ്മുടെ കാടമം കേരള റെസ്റ്റോറൻറ്റിൻ്റെ വഴി. മെയിൻ റോഡിൽ നിന്ന് കാണാനായിട്ട്, ബീച്ച് റോഡിൽ നിന്ന് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എൻട്രൻസിന് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമസ്കാരം, എല്ലാവർക്കും കാടമം കേരള റെസ്റ്റോറൻറ്റ് ഗോവയുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോവൻ ഉറാക്ക് കോക്ടെയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉറാക്ക് എന്ന് വെച്ചാൽ കശുമാങ്ങയിൽ നിന്ന് വാറ്റി വരുന്ന, കശുമാങ്ങയുടെ ജ്യൂസിൽ നിന്ന് വരുന്ന ആദ്യത്തെ വാറ്റാണ്, വാറ്റിയെടുക്കുന്ന ആദ്യത്തെ ഡ്രിങ്കാണ് ഉറാക്ക്. അത് പിന്നീട് വാറ്റി വരുമ്പോഴാണ് അത് ഫെനിയാവുന്നത്. ഉറാക്കിന് കശുമാങ്ങയുടെ ആ ഒരു പുളിയും ആ രുചിയും എല്ലാം ഉണ്ടാവും. പിന്നെ ഫെനിയിലേക്ക് വരുമ്പോൾ ആ രുചി പോയിട്ട് നമുക്ക് ടേസ്റ്റ് മാറി വരുവാണത്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് സാധാരണയായിട്ട് ഉറാക്ക് ഇവിടെ അവൈലബിൾ ആണത്. ഇപ്പോൾ കശുമാങ്ങയുടെ ഒരു സമയമാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ആ ജ്യൂസ് ഉണ്ടാക്കി വാറ്റും ഈ ഫെനിയുടെ ഒരു പ്രോസസ്സിങ് എല്ലാം നടക്കുന്ന ഈ ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗോവയിൽ സുലഭമായിട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ലോക്കൽ മാർക്കറ്റുകളിലും അതായത് ലോക്കൽ ബാറുകളിൽ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലാണ് കിട്ടുന്നത്. നമുക്ക് ഫെനിയാണെങ്കിൽ നമുക്ക് ഇത് പാക്ഡ് ബോട്ടിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഉറാക്ക് നമുക്ക് ഇങ്ങനെയുള്ള ലോക്കൽ ബാറുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തതായിട്ട് വരും. എന്തായാലും നമ്മുടെ കേരള റെസ്റ്റോറൻറ്റിൽ, നമ്മുടെ കാടമം കേരള റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഈ പ്രാവശ്യം ഉറാക്കിൻ്റെ കോക്ടെയിൽ നമ്മൾ വെക്കുന്നുണ്ട്, അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക്, ഉറാക്ക് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം, ആസ്വദിക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നൊരു ഡ്രിങ്കാണ്. നമ്മൾ പല രീതിയിൽ നമുക്ക് അധികം കടുപ്പം ഇല്ലാണ്ട് എടുക്കാം, നമുക്ക് കുറച്ച് സ്ട്രോങ് അല്ലാണ്ടും കുറച്ചൊക്കെ ലൈറ്റായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് ഉറാക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ സോഡ, ലിംക, നാരങ്ങ ജ്യൂസ്, അത് വേണമെങ്കിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു ഡ്രിങ്കാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉണ്ടാക്കുന്നതിലേക്ക് ഇറങ്ങാം. ഈ ഉറാക്ക് നമുക്കിവിടെ കിട്ടുന്നത്, നമുക്ക് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ലോക്കൽ ബാറുകളിൽ നിന്നൊക്കെ പോയിട്ട് നമ്മൾ 5 ലിറ്ററിൻ്റെ ഒക്കെ ആയിട്ട് വലിയ ഇതിലായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വരികയാണ്. അത് പിന്നീട് നമ്മൾ ചെറിയ ബോട്ടിലേക്ക് ആക്കിയിട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ മണം ഭയങ്കരമാണ്. അത് സാധാരണ നമ്മളൊരു ഇത് നമുക്ക് 60 ml ആയിട്ടും 30 ml ആയിട്ടൊക്കെ ചെയ്യാം. 50 ml നമ്മൾ ഒരു ഉറാക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഏറെക്കുറെ നമുക്കൊരു 120 ml എന്ന രീതിയിൽ നമുക്ക് ലിംക ഒഴിക്കാം. ഏറെക്കുറെ ഒരു കണക്ക് കൂട്ടിയാണ് ഞാനത് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് 120 ml വരുന്ന രീതിയിൽ നമുക്ക് ഈ സോഡയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈ വെച്ച് പിഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് ഒരല്പം ഒരു ഉപ്പിട്ട് കൊടുക്കാം. ഈ മുളക് എല്ലാവർക്കും ഇടണമെന്ന് നിർബന്ധമില്ല. ചില ആളുകൾക്ക് മുളക് പറ്റില്ലായിരിക്കും. മുളക് എരിവ് ആവശ്യമുള്ള ആളുകൾക്ക് സൈഡിൽ വേണമെങ്കിൽ നമുക്കൊരു ഡ്രിങ്ക്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉറാക്ക് ഒഴിച്ചു, ബാക്കി ലിംക സാധനങ്ങളെല്ലാം ആവശ്യത്തിന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരല്പം എരിവും കൂടെ കൂട്ടി കൊടുക്കാം. പൊതുവെ മലയാളികൾക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമാണല്ലോ. എരിവായിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ നമുക്ക് വെച്ചും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉറാക്ക് കോക്ടെയിൽ റെഡിയാണ്. ഇതിൻ്റെ
കൊള്ളാം. ഇത് നമ്മൾ ഈ കശുമാങ്ങയുടെയൊക്കെ ഇത് നമ്മുടെ ചെറുപ്പത്തിൽ ഒക്കെ നമ്മളിത് കശുമാങ്ങ ഇങ്ങനെ കഴിച്ചത് മിക്കവാറും എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഏറെക്കുറെ ആ കശുമാങ്ങയുടെ ആ ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉറാക്കിൽ വരുന്നുണ്ട്. ഫെനിയിലേക്ക് വരുമ്പോൾ ആ ടേസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടൊരു പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ആളുകൾ പൊതുവെ ഈ ഉറാക്ക് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഉറാക്ക് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഉറാക്ക് എന്ന പേരിൽ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെ ഗോവയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ വരുന്ന ഒരു 2 മാസം മാർച്ച്, ഏപ്രിൽ, മെയ് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടും. അത് ഉറാക്കിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ഗോവയിൽ വരുന്ന ആളുകൾ ആർക്കെങ്കിലും ഉറാക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാടമം കേരള റെസ്റ്റോറൻറ്റിലേക്ക് വരിക. കാന്തോളം ബീച്ച് റോഡിലാണ് വരിക. ഉറാക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. താങ്ക് യു.